വടംവലി പ്രേമികളെ അഖിലേന്ത്യാ വടംവലി മത്സരത്തിന് ഇവിടെ തിരിച്ചെളിഞ്ഞിരിക്കുകയാണ്. മെയ്ക്കരുത്തിന്റെയും കൈക്കരുത്തിന്റെയും പ്രതീകമായ ഈ പോരാട്ട വീതിയിലേക്ക്, രക്തം ചീന്തി പടമൊരുതുന്ന ഈ പോരാട്ട മണ്ണിലേക്ക് ഏവരെയും സുസ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അപ്പനെ സർബത്ത് വീട്ടിലെ പണി പാളൂലോ. പാപ്പനില്ലാണ്ട് വടം വലിക്കണ കാര്യം എനിക്ക് ആലോചിക്കാനേ മേല. പാപ്പനില്ലെങ്കിൽ എന്താ, ഈ അറയ്ക്കല പൂവില്ലേ, ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. എക്സ്ക്യൂസ് മീ. യെസ്. അറക്കല ബുസാറല്ലേ? അതെ, അറയ്ക്കല ബുസാറാണ്. ഞാനാ കൈപ്പുഴ കുഞ്ഞപ്പൻ. കഴിഞ്ഞ ഓണത്തിന് കൈപ്പുഴ കുഞ്ഞപ്പന്റെ കൈയേർത്തപ്പോ കട്ട ചോരയ മുഖത്ത് തെറിച്ചത്. നിന്നെ ഞാൻ തപ്പിയടക്കായിരുന്നു. നീ എപ്പോഴാണ് കുഞ്ഞപ്പന്റെ ഈ കൈയേർത്തത്? പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ കുഞ്ഞപ്പൻ മാമ. ഇനി കൈപ്പുഴ കുഞ്ഞപ്പന്റെ പേര് നീ എവിടെയെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ ചേട്ടൻ വീണ്ടും വരൂട്ടാ. മക്കളെ ജയിച്ചോളൂട്ടാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓടാ. അതെ, അബു സാറിന് അയാൾക്ക് വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. അതെ. എടുത്താലും തൊടുത്താലും തീരാത്ത ആവനാഴിയുടെ അത്ഭുതങ്ങളുമായി ഈ പോരാട്ട ഭൂമിയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി വടംവലി പ്രേമികളെ जान लगा देते उसमें वो। അയാള് വെറുതെ വിട്ടാ മതിയായിരുന്നു. 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് പോവൂ. ക്ലാസ് പോയത് വേറെ. എന്താടാ നിന്റെയൊക്കെ ഷാജിപ്പാപ്പനെന്ന് വന്നില്ലേ? പേടിച്ച് പണി നിർത്തി കാണും. എന്തിനാണ് മക്കളെ 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് കളയാൻ വേണ്ടി വന്നേക്കണത്? അവന്മാരോട് പോവാൻ പറ. കിങ്സ് പറവൂർ, വിന്നേഴ്സ് പോത്തുമുക്ക് എന്നീ ടീമുകളാണ്. തുടങ്ങാണല്ല, ഇനിങ്ങള് മുട്ടയിടും. പൂര കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കണ. ഷാജി പാപ്പൻ. എന്താണ് പാപ്പ കാലന്റെ വേഷത്തില്? നിന്റെ അപ്പനെ തിരക്കി ഇറങ്ങിയതാടാ. അതിപ്പോ തന്നെ പറയണോ? ഷാജിട്ടാ സർബത്തൂരം ചെയ്തിരുന്നു. ഒന്നുമില്ലടാ, ഈ ഉടുപ്പൊക്കെ മാറുന്ന സ്ഥലം. जीत गए। इसकी टीम जीती ना अब इन दोनों में। चीटिंग कर रहा था। अच्छा तभी പരാജയപ്പെടാൻ മനസ്സില്ലാത്ത 14 അധികായന്മാർ ഇന്നിന്റെ ഈ പടക്കളത്തിൽ ഇതാ സെവൻസ് വെള്ളിക്കുട്ടയുടെ പടനായകന്മാരെ മലത്തിയടിച്ചുകൊണ്ട് വിന്നേഴ്സ് പോത്തുമുക്ക് വിജയ കിരീടം അണിഞ്ഞിരിക്കുന്നു. രണ്ടാം സമ്മാനം ടീം സെവൻസ് വെള്ളിക്കുട്ടയ്ക്ക് നൽകുന്നു ടൊളിൻ സ്റ്റയേഴ്സ് ജനറൽ മാനേജർ ശ്രീ എബ്രഹാം കുരുവിള. ഇതാ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് 51 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ കപ്പ് നേടിയിരിക്കുന്നത് മറ്റാരുമല്ല, ഷാജി പാപ്പൻ നേതൃത്വം നൽകുന്ന വിന്നേഴ്സ് പോത്തുമുക്ക്. നമുക്ക് കിട്ടുന്ന കപ്പായിരുന്നു. ആ കപ്പ് നമുക്കുള്ള തന്നെയാണോ? അതിന് ഒരുപാട് തൊട്ടുവരുമ്പോ ഇരിക്കട്ടോ കേട്ടോ, നാളെ വിൽക്കാനുള്ളതാ. പിന്നെ ഉതുപ്പ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ക്ലബിന്റെ പണി തുടങ്ങണം. അതെ, അതിന്റെ ഒരു കുറവ് നിനക്കുണ്ട്. എടാ, ഭക്ഷണം കഴിയുമ്പോഴത്തേക്കും കപ്പ് ഇവിടെ പണയം വെക്കേണ്ട ഗതികേട് വരരുത് കേട്ടോ. ഇറങ്ങല്ല. സ്വർണ്ണ വില ഇടിയുന്നു. ദൈവമേ, കഷ്ടപ്പെട്ട് കുറച്ച് സ്വർണം കിട്ടിയപ്പോ പണി പാലും വെള്ളത്തി. ഇത് ചേട്ടന്റെ കൂടെ പഠിച്ചാന്നോ? അല്ല, നല്ലതാ ചേട്ടാ. ഈ സീൻ ഒന്നിട്ട് ഇറക്കാക്കി തരുമോ? തിരക്ക് അടുപ്പം കൂട്ടി തരുമെന്നു. ആ കടുപ്പം ഒന്ന് കൂട്ടിക്കോടെ.
കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതെങ്കിലും ഉണ്ടോ അവിടെ? क्या हुआ? ഷാജേട്ടൻ അങ്ങോട്ട് പോയി പഴംപൊരി കഴിച്ചില്ലായിരുന്നല്ലോ. തിരിയന്നൂറ് ചാള 80 കൊഴുവ 120. തിരിയന്നൂറ് ചാള 80 കൊഴുവ 120. തിരിയന്നൂറ് ചാള 80 കൊഴുവ 120. എന്തെടുക്കണ്ടേ ഏട്ടാ? തിരിയാൻ എടുക്കട്ടെ? कौन है? अरे ये वो रहती है, ये से छोड़ के चली गई थी किशोर के साथ, बचपन का प्यार। इसके साथ इसकी वाइफ रहती है ना, ये इसे धोखा दे के ये किसी और के साथ चली जाती है. സുഖം കൂടി നിനക്ക്? ഈ പിള്ളേരൊക്കെ ഏതാ? വടക്ക് രണ്ടും എന്റെ, തെക്ക് രണ്ടും പൊന്നപ്പന്റെ. എന്റെ നടുവെന്ന് വെട്ടിയായിരുന്നു. പൊന്നപ്പൻ എന്നെ ഇട്ടിട്ട് പോയി. उसने भी छोड़ दिया उसे. അത് നന്നായി. മേരി കർത്താവിൻ്റെ അമ്മയുടെ പേരുമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് യൂദാസിൻ്റെ അമ്മയുടെ പണിയാണ് നീ എന്നോട് കാണിച്ചത്. എന്നായാലും ഇങ്ങനെ നല്ലൊരു നിലയിലായാലും എനിക്ക് സന്തോഷമുണ്ട്. മേരി, ഷാജിയേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? क्या पूछे? പോരുന്നോ എൻ്റെ കൂടെ? അടുത്ത ജംഗ്ഷന് വിടാം, അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി കച്ചവടം കിട്ടും. क्या क्वेश्चन था? मानना पड़ेगा. പോണ്ട, ഇത് തന്നെയാ കറക്റ്റ് സ്ഥലം. കൊലമാസ് ഡയലോഗ് ആണല്ലോ ഷാജി. मस्त डायलॉग था. ये तो वही है. अभी उन्होंने कप चुरा लिया होगा. തീർത്തുകളായിട്ട് തരാം. ഓ വിടറാ പോയി, അവനേതോ വേട്ടാവളിയാണ്. വണ്ടി കയറാം മക്കളെ. അത് ഞാൻ പിടിച്ചോളാം. പന്നിമറ്റത്ത് വർക്കിപ്പാപ്പന്റെ ഭാര്യ എല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വാടി. നാട്ടുകാർക്ക് വരാ കേട്ടോ. എന്നതാണ് കിടന്ന് വിളിച്ചു പോകുന്നത്? ഊകന്തള്ളേ, അന്ന് നല്ലൊരു കാര്യത്തിന് ഞാൻ ആധാരം മടയാൻ വെക്കാൻ ചോദിച്ചപ്പോ നിങ്ങൾ എന്നതാ പറഞ്ഞേ? തരാൻ പറ്റുകയില്ലെന്ന്. പിന്നെ എന്റെ നെഞ്ചത്തൊരു ചവിട്ട് കിട്ടിയോ? അതുകൊണ്ട് ഞാൻ എന്നാ ഏതെന്നറിയാം. എന്നാ ചെയ്ത്? എടാ മക്കളെ പറഞ്ഞു വിടറാ. ഷാജേട്ടൻ അമ്മച്ചിയുടെ ആധാരം മോഷിച്ചായിരുന്നു. എന്നതാ? ഞാൻ അമ്മച്ചിയുടെ ആധാരം മോഷ്ടിച്ചായിരുന്നു. അന്ന് നിങ്ങൾ എന്നതല്ലേ പറഞ്ഞ്? ഞാനൊരു പടുവാഴ നെല്ലിയോ? ഈ പടുവാഴ എന്നെ കൊണ്ടുവന്നേക്കെന്നറിയാമോ? എന്നതാ? 50 പവന്റെ സ്വർണ്ണ കപ്പ. 50 പവന്റെ കപ്പയാ? 50 പവന്റെ കപ്പയല്ല, 50 പവന്റെ സ്വർണ്ണ കപ്പ്. എടാ ക്ലീനറെ, അത് കാണിച്ചു വിടറാ. തള്ളടെ കണ്ണേക്ക് തള്ളട്ടെ. मैंने बदल जाता, वो जाने थे, उन्होंने चुरा लिया. സ്വർണ്ണ കപ്പ് കാണുന്നതിന്റെ കപ്പയുടെ कब तो चोरी हुई है. तो उसकी मम्मी आईसीयू में. ആര് വരച്ചാലും നിന്റെ ഭാര്യ ഇട്ടിട്ട് പോയിട്ട് എത്ര വർഷമായടാ? 2 വർഷം. അവിടെ പോയി നിന്ന്. എടാ, എന്റെ അമ്മച്ചീനെ ഐസിയിലേക്ക് കൊണ്ടുവന്നേക്കുവാ, അല്ലാതെ ആദ്യ കുർബാനയ്ക്ക് കൊണ്ടുവന്നേക്കുവല്ല. ആരായിരിക്കും? ക്ലീറ്റസ് കുഞ്ഞ്, ഒന്ന് ആലോചിച്ച് നോക്കടാ മോനെ. നീ ഇത് ആർക്കാടാ ഓർമ്മയില്ലാതെ എടുത്തു കൊടുത്തത്? ഞാൻ എന്നാ പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഞാൻ ആ വണ്ടിയിൽ ഉണ്ടായല്ലോ പാപ്പാ, അല്ലാതെ. സത്യം പറ ക്ലീറ്റസേ, നീ അത് എവിടെ കൊണ്ടുപോയി വിറ്റു? अब याद आ गया ना उसको कि उसी ने कर रहा होगा. റാവേ, നമ്മൾ ഇടിക്കാൻ വേണ്ടി വന്ന വണ്ടിക്കാരൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോടാ? ഏതാ വണ്ടിക്കാരൻ? നിനക്കിതൊക്കെ എങ്ങനെയാടാവുക സാധിക്കുന്നത്? അതെ, മറിയാമ്മയുടെ ആരാ ഉള്ളേ? ഞാൻ എന്നാ കാണണമെന്നുള്ളവർ വന്ന് കണ്ടോളൂ കേട്ടോ. क्या करेगा अभी? ഞാൻ എങ്ങനെയാടോ ആ തള്ളനെ പോയി കാണുന്നത്? പാപ്പ, അമ്മച്ചിക്ക് അത്ര ആസ്വദിച്ചിട്ടെന്ന് വിചാരിച്ചാ മതി. ചെല്ലു പാപ്പ, ചെന്ന് കാണും. അമ്മച്ചിയുടെ ആത്മാവ് എന്നും ഷാജേട്ടൻ്റെ ഒപ്പം ഉണ്ടാവും.
ഷാജേട്ടനൊന്നും അറിയണ്ട, പന്തലൊക്കെ ഞാൻ അറിയിച്ചതോളാം. നിങ്ങൾക്കൊക്കെ എത്ര ചായ ഇട്ട് തന്നിട്ടാടാ പാപ്പ പോയില്ലോടി. നിനക്ക് വിഷമമില്ലേ? കരയാന്നേ. അതല്ലടാ പന്തലിന്റെ കാശ്. ദൈവമേ. എടാ റീത്ത് വേണ്ട, അത് ഔട്ട് ഓഫ് ഫാഷനാ. വേറെന്താ? ബാൻസെറ്റാ? ഓക്കെ, ഒരു ആംബുലൻസ് പറയണം, വിളിച്ചു പറഞ്ഞു. പിന്നെ സച്ചിനൊന്ന് വിവരം അറിയിക്കണം, അത് മതി. ഞങ്ങൾ തമ്മിൽ പിണങ്ങുമായിരുന്നെങ്കിലും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പോവാൻ നേരത്ത് എല്ലാം പറഞ്ഞായിരുന്നോ? എങ്ങോട്ട് പോവാൻ? ബോധം വീണപ്പോഴേക്കും ഏതോ അലവലാതി ഷാജിയെ കാണണ്ടാന്ന് പറഞ്ഞ് പിണങ്ങി കിടക്കുക. പക്ഷെ ഞങ്ങൾക്ക് അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിണങ്ങി കിടക്കുന്നു. എടി ചത്തില്ലായിരുന്നു നീ? കോപ്പ്. അത് ശരി, ചത്തില്ലായിരുന്നോ? वही कह रही थी, उसने तो कुछ वैसे बोला ही नहीं था, अपना ही मतलब निकाल. തെറി പറയാതിരിക്കാൻ വെച്ചേക്കുവായിരുന്നു. എന്നാണോ അമ്മച്ചിയുടെ ബോഡി കൊണ്ടുപോകാനായിട്ട് AC ആംബുലൻസ് ഓ ഞാൻ അവന്റെ പൊടി പെടുക്കും. ഒറ്റ ദിവസം കൊണ്ട് 15,500 രൂപ. ക്യാൻറ്റീനാ കൂടുതൽ. ഇതിപ്പോ കപ്പും പോയി വീടും പോയി തള്ളയും പോകുന്നാ തോന്നുന്നത്. എടാ ആധാരം തിരിച്ചു കൊടുക്കാതെ ഐസിന്ന് ഇറങ്ങാല്ലെന്നാ തള്ള പറയുന്നത്. തല തണുപ്പാന്ന്. ആഹാ, അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം. ഐസിവിന്റെ തൊട്ടിപ്പുറത്തുള്ള മോർച്ചറി നമുക്ക് അമ്മച്ചിനെ അവിടെ കിടത്താം. അവിടെ മുതൽ തണുപ്പുണ്ട്. ഷാജിയേട്ടാ രാജസ്ഥാനി ചേട്ടന്റെ ഡൗട്ട് ശരിയായിരുന്നു. അവന്മാരെ കിട്ടി. അണലി സാബുന്ന് അവന്റെ പേര്. ബോംബ് പൊട്ടി ചത്തുപോ ഏതൊരു ചെറുത്താൻ ലാസർ. അവൻ അനീന. എനിക്ക് ഉറപ്പാണ് ഷാജേട്ട അവൻ തന്നെ നമ്മുടെ കപ്പടിച്ച് മാറ്റിയത്. പക്ഷെ നമ്മൾ വിചാരിക്കണ പോലെ ചില്ലറക്കാരിലട്ടോ അവന്മാര് ഷാജേട്ടാ. അവന്മാർ റബ്ബർ ഫാക്ടറിയുടെ മറവില് പെരുമ്പാവൂർ ബോർഡല്ലേ അനധികൃത ട്രാൻസ്ഫർ നടത്തണവന്മാരാ. നമ്മൾ വിചാരിച്ച കൂട്ടിയെ കൂടിയല്ല. എന്നാ പിന്നെ ഇറങ്ങും ഷാജേട്ടാ. ലോല സാധനം കടറാ. ഇന്നത്തോടെ അവന്മാരുടെ അവസാനമാണ്.